എന്റെ പൊന്നു ലാലേട്ടാ ഒന്ന് പയ്യെ തള്ളാമോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. 20 ലക്ഷം വരെ മണി ബോക്സിൽ വെക്കാനിരുന്നതാണത്രേ. ഇത് കേൾക്കുന്നവരാണ് മണ്ടന്മാരാകുന്നത്. ഇത് മാത്രമല്ല, മത്സരാർത്ഥികളോട് ചോദിക്കുന്നുണ്ട് സായി കാണിച്ചത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് മാസ് കാണിക്കാൻ വേണ്ടി സായി ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു, മറ്റുള്ളവരുടെ അവസരം ഇല്ലാതാക്കിയെന്ന്. അതുപോലെ ജിൻഡോ പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ച് സായിക്ക് 4-5 ലക്ഷം രൂപയുടെ ആവശ്യമില്ല എന്ന്. പിന്നെ അഭിഷേക് പറയുന്നുണ്ട് ആവശ്യക്കാർ ആദ്യം എടുത്തോട്ടെ, അത് കഴിഞ്ഞിട്ട് ആരും എടുത്തില്ലെങ്കിൽ നീ എടുക്കുക എന്നുള്ള രീതിയിൽ സായിയുടെ അടുത്ത് ഇവര് കുറച്ച് പേര് സംസാരിച്ചതാണ്. പിന്നെ സിജോ പറയുന്നു അവൻ പെട്ടി എടുത്തിട്ട് എൻ്റെ കയ്യിൽ ഷെയ്ക്കാൻഡ് തരാൻ വന്നപ്പോൾ ഞാൻ ഷെയ്ക്കാൻഡ് കൊടുത്തു പോലുമില്ല എന്നൊക്കെ. മാത്രമല്ല അവസാനം ഋഷിയും പറയുന്നുണ്ട് നമുക്ക് സായിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തൊന്നുമില്ലല്ലോ എന്ന് പറയുന്നു. അല്ല, എനിക്കറിയാൻ മേലാത്ത കാര്യം, ഈ ഒരു മണി ബോക്സ് വെച്ചിരിക്കുന്നത് അവിടെ ആർക്ക് വേണമെങ്കിലും എടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു. 15 മിനിറ്റിനകത്ത് എന്തോ ആണ് സായി അത് എടുത്തത്. വേണമെങ്കിൽ 10 മിനിറ്റിനകം അവിടെ ആവശ്യക്കാരുണ്ടെങ്കിൽ എടുക്കാമായിരുന്നു. ആവശ്യക്കാർക്ക് ഇപ്പം വേണോ വേണ്ടെന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ അത് അത്ര എടുക്കാം. 5 ലക്ഷം രൂപയുടെ ആവശ്യം ഒരാൾക്കുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ മുന്നിൽ കൊണ്ടുവെക്കുമ്പോൾ അത് എടുക്കണം, അല്ലാതെ അത് വിട്ടുകളയരുത്. എല്ലാവരും സായി എടുത്തതിനോട് എതിർപ്പ്. അല്ല, എനിക്ക് മനസ്സിലാകാത്ത കാര്യം, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മണി ബോക്സ് വെച്ചത് അവിടെ സായി എടുത്തുകൊണ്ട് പോയത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മണി ബോക്സ് വെക്കുന്ന സമയത്ത് ബിഗ് ബോസിനെ ഒന്ന് അനൗൺസ് ചെയ്യണമായിരുന്നു സായി ഒഴികെ ബാക്കി ആർക്ക് വേണമെങ്കിലും എടുക്കാം, സായി എടുക്കരുത് എന്ന്. എല്ലാവർക്കും എടുക്കാനുള്ള അവസരം ഒരേപോലെ ആയിരുന്നു, അത് സായി വന്ന് എടുത്തു. അതിനിപ്പോ സായിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലിപ്പോ പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാൽ സായി ആ ഒരു മണി ബോക്സ് 10 മിനിറ്റിനകം എടുത്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് 2-3 ദിവസം ഓടിക്കാൻ വെച്ചിരുന്ന കണ്ടന്റ് അങ്ങ് ഇല്ലാതായി. അതിന്റെ ആ ഒരു ദേഷ്യം തീർക്കുന്നതാണ് സായിയുടെ അടുത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ്. എന്തായാലും നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.